നമസ്കാരം. നമശിവായ. ഞാൻ അഷ്ടമൂർത്തി ക്ഷേത്രാചാര്യൻ കെ നമ്പൂതിരിയാണ്. അഷ്ടമൂർത്തി ക്ഷേത്രത്തിലെ ഏതൊക്കെ മൂർത്തികളുടെ സേവയാളെന്ന് പലരും ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ് എൻ്റെ ബലങ്ങളെന്ന്. ഇവിടെ പൂർവികമായി സേവിച്ച കുറേ സേവകളും ഞാനായിട്ടെടുത്ത കുറച്ച് സേവകളും ഇവിടെ വന്നുകൂടിയ സേവകളുമുണ്ട്. ഭദ്രകാളി, അർദ്ധനാരീശ്വരൻ, രേണുകാ പരമേശ്വരി, പ്രത്യങ്കര, സുബ്രഹ്മണ്യൻ, ഹനുമാൻ, സർവശാസകൻ, പൂർണ്ണത്രൈശൻ, ചോറ്റാനിക്കര ഭഗവതി, അതുകൂടാതെ എന്താ പറയുക, ധന്വന്തരി മൂർത്തി, ശ്രീചക്രം, സർപ്പങ്ങൾ, അപൂർവമായിട്ടാണ് ഒരേ സ്ഥലത്ത് സർപ്പവും ഗരുഡനെയും വെച്ച് സേവിക്കുന്ന കണ്ടുള്ളത്. ഇവിടെ ആകാശം ഗരുഡനും ഭൂമി സർപ്പങ്ങളുമാണെന്നാണ് കാവലെന്നാണ് വെപ്പ്. പിന്നെ മാന്ത്രികത്തിന് വിശിഷ്ട മൂർത്തിയായ ഖഡ്ഗരാവണൻ, ശനീശ്വരൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഏക സ്ഥലവും ഇതാണ്. ആദിത്യ ഭഗവാൻ, ബംഗളാമുഖി, ബഹുളാമുഖി എന്ന് ചിലർ പറയുന്നുണ്ട്, ചിലർ ബംഗളാമുഖി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വാരാഹി, അഷ്ടയക്ഷിണികൾ, പിന്നീട് സുന്ദരി യക്ഷി, ഗന്ധർവരാജൻ, അപൂർവമായിട്ടുള്ള ഭൈരവകൂടം, മലയാചലപീഠം എന്ന് പറയും. അതായത് അഗസ്ത്യനും പുലസ്ത്യനും ലാടകുരുക്കന്മാരും മലവേടന്മാരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സങ്കല്പം. അതൊരു എന്താ പറയുക, അതുപോലൊരു വിഭാഗത്തിലൊരു ഗുരുനാഥൻ്റെ അടുത്ത് വിദ്യ പഠിക്കാൻ പോയപ്പോൾ അദ്ദേഹം അനുഗ്രഹിച്ച് തന്ന ഇവരൊക്കെ ഒരു ശിലയുടെ സങ്കല്പം കൊടുത്തോളൂ, അവരൊക്കെ ഉണ്ടാവുക ഏതെങ്കിലും ആവശ്യം വന്നാൽ നമുക്കെന്താ അതുപോലത്തെ ഒരു കർമ്മം നമുക്കെതിരെ വന്നാൽ അത് തടയാനായിട്ട് ഒരു തുണയുണ്ടാവും, സാത്വികമായിട്ടൊരു നർക്കല നിത്യം മതി എന്ന് പറഞ്ഞിട്ട്. കരിവീരസ്വാമി, ഒപ്പം തന്നെ എന്താ പറയുക, കറുപ്പസ്വാമിയുണ്ട് ഇവിടെ, കാലഭൈരവനുണ്ട്, മഹാനടനായ മാടന്തമ്പുരാനുണ്ട്, വീരഭദ്രസ്വാമിയുണ്ട്, അതുപോലെ തന്നെ എന്താണ് ആനമല കരിങ്കുറ്റിയാൻ്റെ ഒരു സാന്നിധ്യം ഇവിടെയുണ്ട്. ജ്യേഷ്ഠ ഭഗവതിയുണ്ട്, യോഗീശ്വരനായൊരു പൂർവിക കാർന്നൊരു മുത്തശ്ശനുണ്ട്, ദമ്പതി രക്ഷസായിരിക്കുന്നൊരു മുത്തശ്ശനുണ്ട്, മറ്റന്തമ്പുരാൻ്റെ ഒരു സങ്കല്പമുണ്ട്, അതുപോലെ ഗുളികൻ്റെ ഒരു സങ്കല്പമുണ്ട്. അങ്ങനെ അപൂർവങ്ങളായിട്ടുള്ള കുറച്ചധികം ദേവതകൾ ഇവിടെ പ്രതിഷ്ഠയായിട്ടും തന്നെ. കൂടാതെ നമ്മുടെ പടിഞ്ഞാറ് ഇല്ലത്ത് ഞങ്ങൾക്ക് അത്യുഗ്രമായിട്ടൊരു കാളി സങ്കല്പം പൂജയിലുണ്ട്. പണ്ട് പൂർവികരെ കൊടപ്പുറത്ത് വന്നതാണെന്നും അല്ല പരശുരാമനെ അനുഗ്രഹിച്ച് തന്നാണെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ചില കൊട്ടാരൻ രേഖകൾ നോക്കിയപ്പോൾ പരശുരാമനെ അനുഗ്രഹിച്ച് തന്നാണെന്നാണ് പറയണത്. അത് എന്താ പറയുക, ഇതായി കഴിഞ്ഞുവെന്നും അതിൽ തെളിഞ്ഞതാണെന്നും പിന്നീട് അദ്ദേഹം കൊടപ്പുറത്ത് കയറിയിരുന്നതാണെന്നും പരശുരാമനെ അനുഗ്രഹിച്ചിടമെന്നും ഇപ്പോൾ കൊടപ്പുറത്ത് കയറുന്നതാണെന്നും ഒക്കെ കഥകളുണ്ട്. കൊടയിൽ അഗ്നി ചൈതന്യം കണ്ടെന്നും ദേവി ദർശനം കൊടുത്ത് ലയിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ട് ഈ കാലത്ത് നമുക്ക് പറയാൻ വയ്യ, നമ്മളാരും ജീവിച്ചിരുന്നില്ല എന്നുള്ളതുകൊണ്ട്. പിന്നെ അത്യുഗ്രമൂർത്തിയായിട്ടുള്ളൊരു മഹാദേവ ക്ഷേത്രം ഇല്ലം വകയുണ്ട്, ഉപാസനകളുണ്ട്. പിന്നെ ഗുരുക്കന്മാരെ അനുഗ്രഹിച്ച് തന്ന അപൂർവമായിട്ടുള്ള ഉപാസനാവിദ്യകൾ, പ്രയോഗങ്ങൾ, പൂർവികർ ഓരോരുത്തർ സമ്പാദിച്ചു വെച്ച വിദ്യകൾ ഒക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ പൂജകൾ എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ ഏത് ജ്യോതിഷ രീതിയായാലും ന്യായമൂർത്തിയായി നന്ദിയെ സാക്ഷി നിർത്തിയാണ് ചെയ്യാറ്. നന്ദിയെ സാക്ഷിയാക്കി ചെയ്യുന്ന ഏത് കാര്യവും നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്യണമെന്നാണ് പൂർവികർ പറയുക. കാരണം നന്ദി ന്യായത്തിൻ്റെ മൂർത്തിയാണ്. അതിൽ കളവ് കാട്ടിയ നന്ദിയുടെ ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് ശിക്ഷയുണ്ടാകുമെന്ന് പറയാം, ശിക്ഷയും രക്ഷയുണ്ടാവും. നന്ദിയുടെ ആവശ്യപ്രകാരം ഗുളികനാണ് അത്ര നമ്മളെ ശിക്ഷിക്കാൻ വരിക.
ഒരു പൂജ ഏറ്റാലും ജ്യോതിഷം ഏറ്റാലും ന്യായമായ നന്ദിയെ സാക്ഷിയാക്കിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറയുക. പരമാവധി സത്യസന്ധമാവാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. ഇങ്ങോട്ട് പറയുന്നതും കൂടി മനസ്സിൽ കണക്കൂട്ടിയിട്ടാണ് നമ്മളൊരു ചിത്രം ഉണ്ടാക്കുന്നത്. ഗുരുക്കന്മാർ പറഞ്ഞ പോലെ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു അസ്ഥി ശംഖാണെന്ന് ബോധ്യപ്പെടും പോലെ കാര്യങ്ങൾ കൊണ്ടുപോകാമെന്ന് പറയാം. അത് ശംഖല്ല മറ്റൊരു അസ്ഥിയാണെന്നും പറഞ്ഞ് വാശി പിടിച്ച് നിന്നാൽ ചിലപ്പോൾ നമ്മൾ തോൽപ്പിക്കാൻ വേണ്ടി വെറുതെ മനഃപൂർവ്വം വാശി പിടിച്ച് നിന്നാൽ നമുക്ക് നിവൃത്തിയില്ല. നമുക്ക് കാണുന്നത് ഒരു അസ്ഥിയാണ്, ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിന് സാമാന്യ ബോധത്തോടു കൂടി ചിന്തിച്ച് അതിലേക്ക് കൃത്യമായിട്ട് വരികയാണ് ചെയ്യുന്നത്. ഞാൻ ഉൾപ്പെടുന്ന ഒരുവിധപ്പെട്ട എല്ലാ ജ്യോതിഷികളും അങ്ങനെ തന്നെയാണ്. ആ കിട്ടുന്ന ഒരു നിമിത്തത്തെ അതിൻ്റെ ഭാഷയിൽ തന്നെ ചിന്തിച്ച് കൊണ്ടുവരണം. ഇന്നത്തെ അവസ്ഥയ്ക്കും ദേശത്തിനും കാലത്തിനും ഭാഷയ്ക്കും അനുസരിച്ച് ചിന്തിച്ച് അതിനെ കൃത്യമായിട്ട് കൊണ്ടുവന്നാൽ അതും കൃത്യമായിട്ട് തീരും. കളവ് പറഞ്ഞു പോയാൽ അവർക്കാണ് അതിൻ്റെ ഫലദോഷം, നമുക്കല്ല. കാരണം നമുക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റാത്തൊരവസ്ഥ നമുക്കതിൽ വരും. നമ്മൾ പറഞ്ഞ സങ്കല്പം നമുക്കിതാണെന്ന് ഫീൽ ചെയ്യുന്നു, ഇന്നതാണെന്ന് പറയുമ്പോൾ അല്ല 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 എന്ന് പറഞ്ഞ് വാശി പിടിക്കും ചിലർ. അത് ഞാൻ അധികവും കണ്ടിട്ടുള്ളത് ചില ശാന്തിക്കാരുടെ വേഷം കെട്ടുകൾ. എന്തെങ്കിലും കാരണവശാൽ അവർ ചെയ്തതിലൊരു വിഷമം ദേവനുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പറയാനില്ല. പരീക്ഷണങ്ങളായി, അതായി ഇതായി അങ്ങനെയായി. ജ്യോതിഷിയുടെ വെക്കട്ടയ്ക്ക് എങ്ങനെ കയറാൻ പറ്റും എന്നുള്ളതായി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ തിരുത്താവുന്നതാണ്. തിരുത്തി നമ്മൾ സ്വസ്ഥമായി കഴിഞ്ഞാൽ ആ ദേവതയും അനുകൂലമായി, നമ്മളും അനുകൂലമായി. അതാണ് എൻ്റെ പക്ഷം. നമ്മളിവിടെ കൊണ്ടുവരേണ്ട വസ്തുക്കൾക്ക് ഇതുണ്ട്. വീട്ടിൽ 4 മൂലയൊന്നും കൂടി ഒത്തിരി മണ്ണെടുത്തുകൊണ്ട് വരാൻ. പൊതുവെ കുടിക്കാനുള്ള വെള്ളം വേണം, വെറ്റില വേണം, അടയ്ക്ക വേണം, എന്താ പറയുക, ആലിൻ്റെ ഇല കൊണ്ടുവരണം, 21 അഞ്ചിൻ്റെ കോയിൻ കൊണ്ടുവരണം, ഒരു പാക്കറ്റ് കല്ലുപ്പ് കൊണ്ടുവരണം, എന്താ പറയുക, 1 കിലോ വെളിച്ചെണ്ണയും 1 കിലോ നെയ്യും മേടിച്ചു കൊണ്ടുവരാൻ പറയും. അങ്ങനെ ചില ദേവതാ പ്രീതി വസ്തുക്കൾ വേണമെന്ന് പറയും. ഒപ്പം തന്നെ ഇവിടെ ആര് ബുക്ക് ചെയ്താലും ഈ 3 ക്ഷേത്രങ്ങളിലെയും കൂടിയിട്ടുള്ള ഒരു ദിവസത്തെ പൂജയുടെ ചാർജാണ് നമ്മളുടെ ഫീസായിട്ട് മേടിക്കുന്നത്. കാരണം ആരും ഇതുണ്ടെങ്കിൽ മാത്രമേ, ഈ ദേവതകളുടെ പരിപൂർണ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ കാര്യങ്ങൾ കൃത്യമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണ തൊട്ടടുത്ത് ജ്യോതിഷിയെ പോയി കണ്ടാൽ തീരുന്നൊരു വിഷയമാണെങ്കിൽ അത് മതി എന്ന് പറയും. ഇവിടം വരണം എന്ന് നിർബന്ധമില്ല എന്ന് പറയും. അതാണ് നമ്മുടെ പതിവ്. കാരണം നമ്മൾ ഒരു ദിവസം 4 അല്ലെങ്കിൽ 5 പേരെ കൂടെ കാണാറില്ല. അതിനൊക്കെയുള്ള നേരെ നമുക്ക് കിട്ടാറുള്ളൂ. എന്താ ചെയ്യുക, നമ്മുടെ ഒരവസ്ഥ അതാണ്. മറ്റു ചിലരിപ്പോൾ 10 100 പേരെ കാണുന്നവരൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ 10 30 പേരെ വരുത്തി കാണുന്നവരും ഉണ്ടാവും. പക്ഷെ നമ്മൾ വരുന്നവർ പറയാറുണ്ട് മുമ്പേ തന്നെ, എന്താ പറയുക, ദേശത്തെ ക്ഷേത്രങ്ങളിൽ പോയി തൊഴണം, കുടുംബക്ഷേത്രത്തിലൊന്ന് പോയി തൊഴണം, ആവുന്ന വഴിപാട് ചെയ്യണം. കാരണം കാര്യങ്ങൾ കൃത്യമായിട്ട് വന്നാൽ മാത്രമേ നമുക്കും പറഞ്ഞു കൊടുത്തത് ഫലിപ്പിക്കാൻ പറ്റൂ. അപ്പോൾ അവർ കുടുംബദേവത പറയുകയാണ് ഇവരെ സഹായിക്കാൻ പറ്റില്ല, ഇവരെ വേണ്ട എന്ന് പറഞ്ഞ് നമ്മളും എത്ര രാശി എടുത്ത് നോക്കിയാലും കൃത്യമായി കിട്ടിക്കൊള്ളുന്നില്ല. അത് വരാതിരിക്കാനാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ കുടുംബദേവതയുടെ അനുഗ്രഹം വേണം, ദേശദേവതയുടെ അനുഗ്രഹം വേണം. ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ ആയി വന്നാലേ നമുക്കിവിടെ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഏത് വ്യക്തിയും അത് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും നന്നാവുക. ഹര നമ പാർവതീപദേ, ഹര ഹര മഹാദേവ, ശംഭോ രുദ്ര മഹാദേവ. നമഃ ശിവായ, നമഃ ശിവായ.